ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലോക്കായി ഇട്ടിരിക്കുകയാണ്. കൈ വലിച്ച് കഴിയുമ്പോൾ ട്രിഗർ റിലീസ് ആവും കേട്ടോ. നമ്മുടെ കാഞ്ചി റെഡിയാക്കിയിട്ടുണ്ട് ട്രിഗർ സിസ്റ്റത്തിൻ്റെ. ഇനി നമുക്ക് വട്ട് റെഡിയാക്കി എടുക്കണം. അതിന് നമ്മൾ ഗെയിമിനൊക്കെ യൂസ് ചെയ്യുന്ന ബുഷാണ് കേട്ടോ. പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററായിട്ടൊരു ഹോള് സെറ്റ് ചെയ്തെടുക്കണം. ചെരിഞ്ഞ് കൊണ്ടുവന്ന് എടുക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കറക്റ്റ് സെൻറ്റർ കിട്ടാതെയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം സെൻറ്ററായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഹോള്. നമ്മുടെ ഈ സാധനം ഇതിങ്ങനെ വന്നിരിക്കും കേട്ടോ. ഇതിങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കറങ്ങി കൊടുക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ചങ്ങന്മാരെ നമുക്ക് വേണ്ട വട്ടും കാഞ്ചിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട്. 3/4 കൊന്നരയുടെ സ്ക്വയർ ട്യൂബ് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേക്കണ ഈ ഭാഗത്തോടെ കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ ഈ പീസ് അങ്ങ് മാറ്റും. അതിനുശേഷം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യും. സ്പ്രിംഗ് ഒക്കെ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഫുള്ളങ്ങ് കവർ ചെയ്ത് നമ്മുടെ ഈ കാണുന്ന ഈ ബോഡിയിലേക്ക് ഇത് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കും.
നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ അടിക്കാൻ പോവാണ്. എന്തിനാണെന്നുള്ളത് നമ്മൾ ഹോൾ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് ഹോൾ അടിച്ചെടുക്കാവേ. അതിനായിട്ട് നമുക്കൊരു പഞ്ച് ചെയ്തെടുക്കണം സാധനം. ഫുൾ ഡെപ്തിലൊന്നും വേണ്ട, നമുക്കൊരു 3 mm 4 mm ഡെപ്തിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ ഈ ഹോൾ ഇട്ടേക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇത് ഈ ഹോളിലേക്ക് നമ്മൾ ഇതങ്ങ് കയറ്റി വയ്ക്കും. ഇതങ്ങ് കയറ്റി വെച്ച് കഴിയുമ്പോൾ ഈ റേഞ്ചിൽ കൂടുതൽ ഈ സാധനം പുറകിലേക്ക് പോകില്ല. നമുക്ക് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പുറകിലേക്ക് പോകില്ല. അത് നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പാകത്തിന്, ഈ ലെവലിൽ ലോക്ക് ചെയ്ത് നിൽക്കാൻ പാകത്തിന് നമുക്ക് ഇത് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഓവറായിട്ട് താഴേക്കും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്ന് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്നും അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഉറപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെയായിട്ട് ഒരു സ്പ്രിങ്ങും കൂടെ സെറ്റ് ചെയ്യാൻ, ഇങ്ങനെ താഴേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഈ ഒരു റേഞ്ചിൽ നിന്നേച്ചാൽ മതിയാവും, കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ചങ്ങന്മാരെ അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഞ്ചിയുടെ ഇവിടെയായിട്ട് ഒരു 2 mm ഹോൾ തുളച്ചെടുക്കണം കേട്ടോ. അതായത് ഈ വിറ്റ് വെച്ചിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ടൈപ്പ് സ്പ്രിങ്ങാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, അത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു 2 mm ഹോൾ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് ത്രൂ ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ സ്പ്രിങ് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളത് ഈ ഒരു സെൽഫ് സ്ക്രൂ നമുക്ക് ഇതിനകത്തേക്ക് അടിച്ചെടുക്കാനുണ്ട്. കണ്ടോ, ഈ ഒരു സെൽഫ് സ്ക്രൂ നമുക്കിത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാകത്തിന് അടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ സ്പ്രിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തിടണം. അപ്പോൾ ചങ്ങന്മാരെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ കർട്ടനൊക്കെ ഇടുന്ന സ്പ്രിങ് ആട്ടോ. ആ സ്പ്രിങ് നമ്മളിത് ഈ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു ഹോൾ കൊടുത്തിട്ടുണ്ടായല്ലോ, ആ ഹോളിലേക്ക് കയറ്റിയിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ടൊരു ഹോൾ തുളച്ചിട്ട് ഈ പിന്ന് കയറ്റിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. മണ്ണിന് അത് ചെയ്യാം. അപ്പോൾ ഹോൾ നമ്മൾ തുളച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഈ പിന്നെ നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ നമ്മുടെ ട്രിഗറിൻ്റെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഒരു കവറൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് ഇത് റിലീസ് ഇപ്പോൾ ഓൾറെഡി റിലീസ് പൊസിഷനിലാണ് നമ്മുടെ ട്രിഗർ ഇരിക്കുന്നത്. അപ്പോൾ അത് ലോക്ക് ചെയ്യണ സമയത്ത് താണ്ടേ കണ്ടോ, ഈ സാധനം നേരെ മേളിൽ കയറിയിട്ട് ഇവിടെ ലോക്കായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ കാഞ്ചി വലിക്കുന്ന സമയത്ത് റിലീസായി പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിൽ കവറൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധനം ചെയ്യാൻ പറ്റും കേട്ടോ. കവർ ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും കേട്ടോ. മാർക്ക് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് തുളയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്.
നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോള് തുളച്ചെടുക്കണം കേട്ടോ. ഇനി ഈ പ്ലേറ്റുകളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇതേപോലെ ഫിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പാർട്സുകളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ട്രിഗറിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലോക്കായിട്ടിരിക്കുകയാണ്. കൈ വലിച്ചുമ്പോൾ ട്രിഗർ റിലീസ് ആവും കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വർക്കിങ്. അപ്പോൾ നമ്മുടെ ക്രോസ് ബോയുടെ റോപ്പ് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ട്രിഗർ റിലീസ് ആവുന്ന സമയത്ത് ഇത് കണ്ടോ റിലീസായി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ട്രിഗറിൻ്റെ സെറ്റപ്പ്. ഓക്കെ.